ഒരു സൂപ്പർ മാർക്കറ്റ് ഗ്രൂപ്പിൻ്റെ എൻക്വയറിയാണ്. 30 ഔട്ട്ലെറ്റ് ഉണ്ട് അവർക്ക്. എൻ്റെ ഒരു പഴയ ഫ്രണ്ടാണ് എൻ്റെ പർച്ചേസ് മാനേജർ. ഒരു ദിവസം ഒരു ഔട്ട്ലെറ്റിൽ 5 പീസ് വെച്ച് പോയി കഴിഞ്ഞാൽ ഡെയിലി 150 പീസാ. പിന്നെ നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി ജനങ്ങളിലേക്ക് കൂടി എത്തിക്കഴിഞ്ഞാൽ കഥ മാറി മോളെ. കഥ മാറട്ടെ. പ്രവാസി നന്ദൻ വലിയ വ്യവസായി ആകട്ടെ. അസല് പേരയ്ക്ക. മോൾക്ക് കൊടുത്തോ? മോക്ക് കൊടുത്തോളാം. അപ്പോ ഡൈനിങ് ടേബിളിൽ മുകളിൽ വെച്ചാണ് പട്ടിയെ കളിപ്പിക്കുന്നത്. നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സ്ഥലമല്ലേ ഇത്? അപ്പോഴേക്ക് മാറ്റാലോ. പഴം കഴിക്കണോ? മാറ്റ്. ഈ പണ്ടാരത്തിന് വീട്ടിനകത്തിട്ട് കളിപ്പിക്കരുത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളല്ലേ. ഇത് നമ്മളെ പോലെ ഒരു ജീവിയല്ലേ അച്ഛാ? നമ്മളെ പോലെയോ? എടി അതൊരു പട്ടിക്കുട്ടിയാണ്. അതിനെ കിടക്കാൻ വേണ്ടിയിട്ടാണ് പുറത്ത് കൂടുണ്ടാക്കിയിട്ടുള്ളത്. ഇന്നലെ തന്നെ അത് ആ സോഫയിൽ കയറി കിടന്നിട്ട് അത് മൊത്തം അതിന്റെ രോമവും ഒരു വൃത്തികെട്ട നാറ്റവും. മോളു ഞാൻ പുറത്താ കൂട്ടിക്കൊണ്ടാക്ക്. എന്നിട്ട് കൈയും കാലൊക്കെ സോപ്പിട്ട് നന്നായിട്ട് കഴുക. ചെല്ല് 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 ചെല്ല്. എടുപ്പാ ചെല്ല്. ഗുഡ് 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 ഗേൾ ഗുഡ് ഗേൾ. പറഞ്ഞ ഞങ്ങൾക്ക് മനസ്സിലാവും. ഇതെന്താ അങ്ങോട്ട്? ഞാൻ എന്റെ മുറി കൊണ്ടേ കളിപ്പിച്ചോളാം. അപ്പൊ ഒരു കാര്യം പറഞ്ഞ അനുസരിക്കാൻ നിനക്ക് എന്താ എത്ര ബുദ്ധിമുട്ട്? അവിടെ കൂട്ടില് അപ്പു അതിനെ കൊണ്ട് കൂട്ടിലാക്ക്. അച്ഛൻ പറയുന്നത് കേക്ക്. സേതു, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? പരസ്യത്തിലൊന്നും ഞാൻ അഭിനയിച്ചിട്ടില്ലല്ലോ. പരസ്യത്തിന് വേണ്ടി ചെയ്തതൊന്നുമല്ലത്. വൈറലായിക്കോട്ടെ, എനിക്കതൊന്നും പ്രശ്നമല്ല. സേതൊരു കാര്യം ചെയ്യ്, അതെൻ്റെ വാട്സപ്പിലോട്ട് നയക്ക്. ശ്രീനിവാസന്റെ വീഡിയോ വന്നതിന് ശേഷം ഒരു അനക്കമൊക്കെ വെച്ചിട്ടുണ്ട്. വരട്ടെ വരട്ടെ, അനക്കം വരട്ടെ. പ്രൊഡക്ഷനൊക്കെ ഇത്തിരി കൂടി കൂട്ടണം. ദൈവമേ, ശ്രീനിവാസൻ സാറോ? സാറേ, സാറിന്റെ കാര്യം പറഞ്ഞപ്പോൾ നാവെടുത്തേ ഉള്ളൂ. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം. ഞാൻ ടോട്ടൽ ഫ്രീയാ. ഓ പവിഴമല്ലിപ്പൂത്തുലഞ്ഞ നീലവാനം പ്രണയാലി പുഞ്ചിരിച്ച ദിവ്യയാ. വെറുതെ ഒന്ന് കാണാനല്ലേ അങ്ങനെ വിളിപ്പിച്ചത്, അല്ലാതെ സിനിമയിൽ അഭിനയിപ്പിക്കാനൊന്നുമല്ലല്ലോ. ആർക്കറിയാം, ഉച്ച തിരിഞ്ഞ് വീട്ടിലേക്കൊന്ന് ചെല്ലുമെന്ന് ചോദിച്ചിട്ടുള്ളൂ. എന്തായാലും മൂപ്പർക്ക് എന്നോടൊരു അടുപ്പം ഫീൽ ചെയ്തിട്ടുണ്ട്. വലിയ വലിയ സുഹൃത്ത് ബന്ധങ്ങളെ കൂടുതലെടുക്കുന്നത് ഇങ്ങനെയാണ്. സിനിമയിൽ എനിക്ക് മീറ്റ് ചെയ്യണമെന്ന് തോന്നിയിട്ടുള്ള ഒരേ ഒരു സെലിബ്രിറ്റിയാ ശ്രീനിവാസൻ. എങ്കിൽ നീയും വാ. നീ മാത്രമാക്കണ്ട, മോളെയും കൂടി കൂട്ടിക്കോ. അതൊന്നും അദ്ദേഹത്തിന് ഇഷ്ടാവില്ല. നന്ദേട്ടൻ പോയിട്ട് വാ. എടി, നീ സ്ക്രീനിൽ കാണുന്ന ആളെയല്ല ശ്രീനിവാസൻ. ഭയങ്കര ഫ്രണ്ട്ലിയാ. നീ വേറെ റെഡിയാവും. ഇതൊക്കെ എന്തിനാച്ചാ ഈ ചെടിയും വള്ളിയൊക്കെ? ജൈവ കൃഷിയിൽ താല്പര്യമുള്ള ആളുകൾക്ക് ഇങ്ങനെ ചില സാധനങ്ങൾ കിട്ടുന്നത് വലിയ ഇഷ്ടമാണ്. വണ്ടി നന്ദേട്ടൻ ഓടിച്ചു. വേണ്ട, നീ ഓടിച്ചാൽ മതി. കണ്ടില്ലേ മോളെ അച്ഛൻ്റെ ഈഗോ? എന്റെ വീട്ടുകാർ തന്ന കാറായതുകൊണ്ടാ ഈ ദുരഭിമാനം. അച്ഛൻ്റെ ഇവിടുത്തെ ലൈസൻസ് എക്സ്പയറി ആയി. പിന്നെ ദുബായ് ലൈസൻസ് ഇങ്ങോട്ട് മാറ്റണമെങ്കിൽ ആ RT ഓഫീസിന് അവിടെ പോയിട്ട് കാത്തു കെട്ടി കിടക്കണം. ഈ തിരക്കൊക്കെ ഒന്ന് ഒഴിഞ്ഞിട്ട് മാറ്റാന്ന് വിചാരിച്ചിട്ടാ. അല്ലാതെ നമ്മക്ക് എന്തൊന്നും ഈഗോ. നീ നോക്കിക്കോ അപ്പു, സ്വന്തമായി വേറെ കാറ് വാങ്ങുന്നത് വരെ അച്ഛൻ ലൈസൻസ് പുതുക്കില്ല. നീ വണ്ടി എടുക്ക്. നമസ്കാരം സാർ. അധികം വൈകാതെ തനിക്കൊരു വക്കീൽ നോട്ടീസ് വരും. അത് പറയാനാണ് വിളിച്ചത്. അയ്യോ, എന്തിനാണ് സാർ? പേഴ്സണലായിട്ട് ഞാൻ തന്ന സ്റ്റേറ്റ്മെന്റ് വെച്ച് തന്റെ മസാലപ്പൊടിയുടെ പരസ്യം ചെയ്യാൻ ആരോട് തനിക്ക് അനുവാദം തന്നത്? അയ്യോ സാർ, പരസ്യമായിട്ടൊന്നുമില്ല. എന്റെ ഫാമിലി ഗ്രൂപ്പിലും ഫ്രണ്ട്സിന്റെ ഗ്രൂപ്പിലൊക്കെ ഒന്ന് ഷെയർ ചെയ്തു, അത്രേ ഉള്ളൂ. അതൊക്കെ എനിക്ക് കോടതി പറഞ്ഞാൽ മതി. തന്റെ പേരിൽ ഞാൻ ചീറ്റിംഗ് കേസാണ് കൊടുക്കാൻ പോകുന്നത്. IPC 420 പ്രകാരം 3 വർഷം മുതൽ 7 വർഷം വരെ തടവ് ശിക്ഷ കിട്ടും. അതിൻ്റെ കൂടെ സൈബർ ക്രൈം കൂടി ചേരുമ്പോൾ 2 വർഷം വേറെയും കിട്ടും. അപ്പോൾ പിന്നെ തൻ്റെ മസാലപ്പൊടി ജയിലിൽ വെച്ചുണ്ടാക്കാം. സോറി സാർ, ഞാനിത് ഇപ്പൊ തന്നെ ഡിലീറ്റ് ചെയ്തേക്കാം. അറിയാതെ പറ്റിപ്പോയതാണ്, സോറി. എന്റെ ഭാര്യയും മോളുമാണ് സാർ. സാറിന് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് കൂടെ കൂട്ടിയതാ. ഇത് ഇപ്പൊ തന്നെ ഡിലീറ്റ് ചെയ്തേക്കാം. പണ്ട് ഞങ്ങൾ അജ്മാനിലെ സുഹൃത്തുക്കളായിരുന്നു. ആ സൗഹൃദത്തിന്റെ പേരിൽ തമാശകൊന്നും തട്ടിക്കറിയതാ. ഓ, ഞാൻ പേടിച്ചു പോയി. ഹലോ 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 ലോറൻസ്, ലൈൻ കട്ടായി. അല്ല, ആളെ കിട്ടിക്കഴിഞ്ഞാൽ 5 മിനിറ്റ് കൊണ്ട് ഡിലീറ്റ് ചെയ്തേക്കാം. ഇനിയിപ്പോൾ ഡിലീറ്റ് ഒന്നും ചെയ്യണ്ട, എല്ലാവരും കണ്ടു കഴിഞ്ഞില്ലേ. പക്ഷെ ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസ് പാടില്ല.
അതൊരിക്കലും ഉണ്ടാവില്ല സാർ. മായം ചേർത്തൊരു സാധനം പ്രവാസിന്ന് പുറത്തേക്ക് പോവില്ല. അത് മതി. സർ ഞങ്ങൾക്കൊരു സെൽഫി. പിന്നെന്താ, സെൽഫി എടുത്ത് ഒരു കാപ്പിയും കുടിച്ചിട്ട് പോയാൽ മതി. കുറച്ച് കുരുമുളകിന്റെ തൈയാണ്. ആ നന്ദനെന്താ ഈ ഫാമിലിയിലല്ലേ? കഴിഞ്ഞോ ഇപ്പൊ കഴിയേ കഴിഞ്ഞോ ഗുഡ്. താങ്ക് യു ഡോക്ടർ. ഓക്കെ വെൽക്കം. പോര് പോര്. ദുബായിലെ ജോലി പോയില്ലേ? പോയതല്ല, കളഞ്ഞതാ. ഓ, കുക്കിക്ക് വാക്സിൻ എടുത്തോ അമ്മ? അച്ഛൻ കൊണ്ടുപോയിട്ടുണ്ട്. ഇതെന്താ കാർ എടുത്തില്ലേ? ആ കാരവൻ എടുക്കില്ലല്ലോ. ശ്ശേ. കുക്കി എവിടെ? എവിടെ പോയത്? അച്ഛൻ അതിനെ കൊണ്ട് കളഞ്ഞോ? ഇതിലുണ്ടായിരുന്നേ. പിന്നെ എവിടെ പോയി? ഓ, ആ ജംഗ്ഷനിൽ ഒരു കാറുകാരന് വഴി പറഞ്ഞു കൊടുക്കാൻ നിർത്തിയിരുന്നു. അപ്പ ചാടിപ്പോയതായിരിക്കും. ഇപ്പൊ പിടിച്ചോണ്ടിരാം. കണ്ണുരുട്ടണ്ട, കൊണ്ടുവരാന്ന് പറഞ്ഞാ കൊണ്ടുവരാം. നീ പോയി ഡ്രസ്സ് മാറും, അത് പോവൊന്നുമില്ല. ഹലോ, ഇത് പോലീസല്ലേ? അപ്പു ഒന്ന് എന്തെങ്കിലും കഴിക്കേ. ഫുഡ് കഴിക്കാതിരുന്നു കഴിഞ്ഞാൽ കുക്കിയെ തിരിച്ചു കിട്ടുമോ? അച്ഛനൊരു ശ്രദ്ധക്കുറവ് പറ്റി. ഐ എം സോറി. ഒരു പട്ടിക്കുഞ്ഞല്ലേ, അതിനേക്കാൾ നല്ല ഒരെണ്ണത്തിന് നമുക്ക് വേറെ വാങ്ങാം. എന്നെയാണ് കാണാതായതെങ്കിൽ അച്ഛൻ വേറൊരെണ്ണത്തിന് വാങ്ങി അമ്മയ്ക്ക് കൊടുക്കുവോ? നിന്നെ പോലെയാണോ പട്ടിക്കുഞ്ഞ്? അച്ഛന് ഞാൻ എങ്ങനെയാണോ അതുപോലെ എനിക്ക് കുക്കി. യു ഡോണ്ട് ഗെറ്റ് ഇറ്റ്.